ഹലോ ആൻഡ് കാക്ക് ഒരു പ്രത്യേക ആക്ഷനോട് കൂടിയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തരംഗമായി കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അശ്വന്ത് കോക്ക് എന്ന് പറയുന്ന വ്യക്തി. സിനിമ റിവ്യൂ ഇപ്പോൾ കുറച്ചു കാലമായിട്ട് മലയാളി പ്രേക്ഷകർ, ഏത് പ്രേക്ഷകരായിക്കോട്ടെ, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നൊരു കാര്യം ഇത്തരം ആളുകളുടെ ഫിലിംസിൻ്റെ റിവ്യൂസാണ്. ഈ റിവ്യൂസ് നോക്കിയാണ് പല ആളുകളും ഇന്ന് സിനിമാ തിയേറ്ററുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു നല്ല സിനിമയെ ചീത്ത സിനിമയാക്കാനും ചീത്ത സിനിമയെ നല്ല സിനിമയാക്കാനും ഒക്കെ കഴിവുള്ള വ്യക്തികളാണ് ഇന്നത്തെ സിനിമ റിവ്യൂ പറയുന്ന ആളുകൾ എന്നത് സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ കുറച്ചു കാലമായിട്ട് ഇത്തരം ആളുകളെ ഫേസ് ചെയ്യുമ്പോൾ അവരുടേതായ ചില കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നത് വളരെ മാന്യതയ്ക്ക് നിരക്കാത്ത കാര്യങ്ങളും അത്തരം ആളുകൾ ചെയ്യുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളാണ്. ഒരു സിനിമയെ പെയ്ഡ് പ്രൊമോഷൻ മൂലം ആ സിനിമയിൽ നല്ല സിനിമ അല്ലെങ്കിൽ അത് നല്ല സിനിമ അല്ല എന്ന് പറയാതെ നല്ല സിനിമയാണ് എന്ന് പറയുന്ന തരത്തിലേക്ക് ഇന്ന് പെയ്ഡ് പ്രൊമോഷൻ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അതിൽ ഇത്തരം ആളുകൾക്കുള്ള ഇൻഫ്ലുവൻസ് വളരെ വലിയ രീതിയിൽ ഇപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുകയാണ്. ഞാനിന്ന് പറയാൻ പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് അത്തരത്തിലുള്ള പ്രവണതകളെക്കുറിച്ചാണ്. പണ്ട് കാലത്ത് നമ്മൾ ഒരിക്കലും ഒരു റിവ്യൂ കേട്ടിട്ടോ അല്ലെങ്കിൽ റിവ്യൂ കണ്ടിട്ടോ ഒന്നുമല്ല ഒരു സിനിമയ്ക്ക് പോയിരുന്നത്. ഇന്ന് എന്ന് പറയുന്നത് അന്ന് എൻ്റെയൊക്കെ കാലത്ത് ശരിക്കും പറഞ്ഞാൽ മമ്മൂട്ടിയും മോഹൻലാലും ഈക്വലായിട്ട് കത്തി നിൽക്കുന്ന ഒരു സമയത്ത് പോലും ഇവരുടെ ആരാധകർ തമ്മിൽ ഒരു പ്രശ്നമുണ്ടായിരുന്നു. ആരാധകരെന്ന് പറയുന്നത് രണ്ടുപേരെയും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ആളുകളായിരുന്നു അന്നുണ്ടായിരുന്നത്. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. പക്ഷേ അത് കൺവേർട്ട് ചെയ്ത് ഒരു പാർട്ട് മാറ്റി, ഇല്ലെങ്കിൽ ഇത് ലാൽ ഫാൻസ് അല്ലെങ്കിൽ മമ്മൂക്ക ഫാൻസ് എന്ന് പറയുന്ന രീതിയിലേക്ക് ഈ ഫാനിസം നമ്മുടെ മലയാളികളെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇതിന് ഒരു നന്മയും അവകാശപ്പെടുന്നില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഈ അടിപിടിക്കും അതുപോലെ തന്നെ ഫാനിസം കാണിക്കാൻ മാത്രമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഫാനുകൾ പ്രവർത്തിക്കുന്നത്. നമ്മുടെ സീലിംഗ് ഫാനല്ല ഉദ്ദേശിക്കുന്നത്. ഇപ്പം മമ്മൂക്കയുടെ ഫാനായാലും ലാലേട്ടൻ്റെ ഫാനായാലും ഫാൻ എന്ന് പറയുന്നത് പരസ്പരം ഏറ്റുമുട്ടാനുള്ളൊരു മാർഗമായി സ്വീകരിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ യുവാക്കൾ. എന്തുകൊണ്ടാണ് അവർ അത്തരത്തിലുള്ള ഈ ഒരു ചിന്താഗതി വെച്ച് പുലർത്തുന്നത്? ഇപ്പോൾ മമ്മൂക്കയുടെ ഒരു ഫിലിം ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സമയത്ത് ഭയങ്കരമായിട്ട് അതിനെ ഡിഗ്രേഡ് ചെയ്യുന്ന ലാൽ ഫാൻസ് ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ ലാലേട്ടൻ്റെ ഒരു ഫിലിം ഇറങ്ങിക്കഴിഞ്ഞാൽ ആ സമയത്ത് തന്നെ അതിനെ ഡിഗ്രേഡ് ചെയ്യുന്ന മമ്മൂക്ക ഫാൻസും ഉണ്ടായിരിക്കും. പക്ഷേ പണ്ട് കാലത്തൊന്നും ഇത്തരത്തിലുള്ള പ്രവണതകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അത് കൂടിക്കൂടി വരികയാണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ. ആ ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിക്കുമ്പോൾ തന്നെ ഈ ഒരു സിനിമ റിവ്യൂ പറയുന്ന ആളുകളുടെ ഇൻഫ്ലുവൻസും സമൂഹത്തിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അശ്വന്ത് കോക്കിൻ്റെ ഒരു റിവ്യൂ കേട്ട് അല്ലെങ്കിൽ കണ്ട് മാത്രം ഡിസിഷൻ എടുക്കുന്ന ആളുകളുടെ എണ്ണം കൂടി വരികയാണ് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ കൺസെപ്റ്റ് എന്ന് പറയുന്നത് എല്ലാവരുടെയും കൺസെപ്റ്റ് അല്ല. കാരണം അദ്ദേഹത്തിൻ്റെ സ്വന്തമായിട്ടുള്ളൊരു കൺസെപ്റ്റ് എങ്ങനെയാണ് ഒരു പൊതുസമൂഹത്തിൻ്റെ മാത്രം കൺസെപ്റ്റ് ആയിട്ട് പറഞ്ഞു വരുന്നത്? അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫോൾസ് ആയിട്ടുള്ള കാര്യമാണ്. അദ്ദേഹത്തിന് സിനിമയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളുണ്ടാവും. അദ്ദേഹം കണ്ടു വളർന്ന ഒരു സിനിമാ ലോകത്ത്. അതുപോലെ തന്നെ എല്ലാ വ്യക്തികൾക്കും അവരുടേതായ അഭിപ്രായങ്ങളും കാഴ്ചപ്പാടുകളുണ്ട്. ഇപ്പോൾ ഒരു വ്യക്തി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ കാര്യം മാത്രമാണ്. അത് കേട്ടുകൊണ്ട് മറ്റുള്ള വ്യക്തികൾ എന്തുകൊണ്ടാണ് ഇത്തരം സിനിമ റിവ്യൂ ചെയ്യുന്ന ആളുകളെ ഇത്തരത്തിൽ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ ഒരു പലപ്പോഴും സിനിമ റിവ്യൂ നല്ലത് തന്നെയാണ്. കാരണം എന്തെന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു സിനിമയെ പറ്റിയിട്ടുള്ള ഒരു അറിവ്, ഒരു ധാരണ ഉണ്ടാക്കിയെടുക്കുന്നതിൽ ഇത് മെച്ചപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. അതിനപ്പുറത്തേക്ക് ചില ഈഗോകൾ അല്ലെങ്കിൽ ചില ശത്രുതാ മനോഭാവങ്ങൾ ഇതൊക്കെ വെച്ചുകൊണ്ട് ഒരു നടൻ്റെയോ ഒരു സംവിധായകൻ്റെയോ ഒക്കെ സിനിമ ഇറങ്ങുമ്പോൾ അതിനെ ആക്രമിക്കുന്ന രീതിയിലേക്ക് ഈ ഒരു റിവ്യൂസ് മാറുന്നത് ഒരിക്കലും നല്ലതല്ല എന്നതാണ് എൻ്റെ അഭിപ്രായം. അശ്വന്ത് കോക്കിൻ്റെ റിവ്യൂസ് അധികം ചില സമയങ്ങളൊക്കെ കാണാറുണ്ട്. അദ്ദേഹം ചില സമയത്ത് ചില ആക്ടേഴ്സിനെയൊക്കെ വളരെ
വികൃതമായിട്ടുള്ള രീതിയിലാണ് അനുകരിച്ച് കാണിക്കുന്നത്. അതിനോട് എനിക്ക് വലിയ യോജിപ്പൊന്നുമില്ല. കാരണം ഇപ്പോൾ ലാലേട്ടൻ്റെ പല പടങ്ങൾ ഇറങ്ങുമ്പോൾ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ലാലേട്ടൻ സംസാരിക്കുന്നതിനെ വളരെ വൾഗറായിട്ട് കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാഷ അല്ലെങ്കിൽ ആ ഒരു സംസാര രീതി വരുന്നത്. അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് പുള്ളിക്കാരൻ അതിനെ, ആ ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹം ഒരു സിനിമാ നടനാണ്. ആ സിനിമാ നടൻ എന്ന് പറയുമ്പോൾ തന്നെ അദ്ദേഹം ആ ഒരു 90കളിലും 2000-ത്തിലൊക്കെ അഭിനയിച്ച സിനിമകളുടെ മേന്മയും അതുപോലെ തന്നെ ആ ഒരു അദ്ദേഹത്തിൻ്റെ ഒരു അഭിനയശേഷിയൊന്നും നമ്മൾ ഒരിക്കലും കുറച്ച് കാണിക്കരുത്. ഈ അടുത്ത കാലത്തായി അദ്ദേഹത്തിന് കുറേയധികം ഫോൾട്ടുകൾ പറ്റിയിട്ടുണ്ട്. അത് അദ്ദേഹത്തിനോട് കൂടി നിൽക്കുന്ന ആളുകളുടെ കാരണങ്ങൾ കൊണ്ടാണെന്ന് പിന്നാമ്പുറ സംസാരങ്ങളൊക്കെ വരുന്നത്. അതെന്തോ ആയിക്കോട്ടെ. പക്ഷേ ഒരു വ്യക്തി, നമ്മളെല്ലാം അത്രത്തോളം ആരാധിക്കുന്ന, അല്ലെങ്കിൽ ആരാധന എന്നില്ല, ഒരു ആരാധനയുണ്ട്. അതിനോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ നമ്മൾ കണ്ടതാണ് ഒരു കാലഘട്ടത്തിൽ. എൻ്റെ ചെറുപ്പത്തിലായാലും ഞാൻ അദ്ദേഹത്തിൻ്റെ കഴിവുകൾ കണ്ടത്. ഒപ്പം തന്നെ നമ്മൾ മമ്മൂക്കയുടെ കഴിവുകളും നമ്മൾ കണ്ടതാണ്. ആ ഒരു രീതിയും ആ ഒരു രണ്ടും വ്യത്യസ്ത തലങ്ങളിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന സിനിമകളായിരുന്നു മമ്മൂക്കയുടെ ആയാലും ലാലേട്ടൻ്റെ ആയാലും. പക്ഷേ ഇത്തരത്തിൽ ഒരു വ്യക്തിയെ അപമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ വ്യക്തിയെ വേറൊരു രീതിയിൽ ടാർഗറ്റ് ചെയ്തിട്ട് സിനിമാ നിരൂപണം നടത്തുന്നത് ശരിയായ ഒരു കാര്യമല്ല എന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ അശ്വന്ത് കോക്ക് എന്ന ആ ഒരു നിരൂപകനോട് പറയാനുള്ളത്. അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടുകൾ അങ്ങനെ ആയിരിക്കാം. പക്ഷേ ഈ കാഴ്ചപ്പാടുകൾ ഇന്ന് പൊതുസമൂഹത്തിൽ ഏറ്റവും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക്, കുറേ ആളുകൾ ഫോളോ ചെയ്യുന്ന, സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അദ്ദേഹം ഒരു കുറച്ചൊക്കെ ഒരു മിതമായ സമീപനത്തോടെ ഈ ഒരു നിരൂപണത്തെ കൊണ്ടുപോകണം എന്നുള്ള ഒരു അപേക്ഷ കൂടിയുണ്ട്. വേറെ ഒന്നുമല്ല, ഇത്തരത്തിൽ കുറേ ആളുകൾക്ക് ഇത് കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിലുള്ള ആ ഒരു നടനോടാണല്ലോ അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് എന്നൊരു ചിന്ത വരും. ഈ ചിന്ത ചിലപ്പോൾ അദ്ദേഹം ഈ അശ്വന്ത് കോക്ക് ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ വീഡിയോ വൈറലാവാൻ വേണ്ടിയോ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ആയിരിക്കാം. എന്നിരുന്നാലും ഈ ഒരു സമൂഹത്തിന് ഇടയിൽ ഇൻഫ്ലുവൻസ് ഉള്ള ഈ ഒരു വ്യക്തി, അദ്ദേഹം എന്തിനാണ് ഇത്തരത്തിൽ മറ്റുള്ള നടന്മാരെ അധിക്ഷേപിക്കുന്നതിനുള്ളൊരു ചോദ്യം, അതിപ്പോൾ ലാലേട്ടനായാലും മമ്മൂക്കയായാലും ആരായാലും അതിൻ്റെ നാച്ചുറാലിറ്റിയിൽ ഈ ഒരു സംഭവത്തെ കൊണ്ടുപോകണം എന്നത് എൻ്റെ ഒരു അപേക്ഷയാണ് മിസ്റ്റർ അശ്വന്ത് കോക്കിനോട്. അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കാണുന്നത്, അശ്വന്ത് കോക്കിൻ്റെ ഒരു റിവ്യൂ കണ്ടതിന് ശേഷം മാത്രം സിനിമ കാണാൻ തീരുമാനിക്കുന്ന ആളുകളോട് എനിക്ക് പറയാനുള്ളത്, ഇതെല്ലാം വെറും അന്യായമായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നിങ്ങളുടെ കൺസെപ്റ്റ് എന്താണോ, അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റ് എന്താണോ, ഇതൊന്നും ഒരിക്കലും കൂടിച്ചേർന്നതാണോ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തൊരു സിനിമ ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കാം. ആ ഒരു അദ്ദേഹത്തിൻ്റെ റിവ്യൂ കണ്ടതുകൊണ്ട് മാത്രം നിങ്ങൾ ഒരു ടാക്കീസിൽ പോയിട്ടില്ല എങ്കിൽ, അല്ലെങ്കിൽ നല്ലൊരു സിനിമ കണ്ടിട്ടില്ല എങ്കിൽ അത് നിങ്ങളുടെ കൂടെ നഷ്ടമാണ്, അദ്ദേഹത്തിൻ്റെ അല്ല. അദ്ദേഹത്തിൻ്റെ കൺസെപ്റ്റും അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടും വേറെയാണ്, നിങ്ങളുടെ വേറെയാണ്. അതുകൊണ്ട് ഈ ഒരു പൊതുസമൂഹത്തിൽ ഇത്തരം വ്യക്തികൾ, ഉന്നതമായിട്ടുള്ള വ്യക്തികൾ, അവരുടേതായ ഒരു മാന്യത കീപ്പ് ചെയ്യണം എന്നതാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് അദ്ദേഹത്തിനോടും അതുപോലെ തന്നെ ഇത്തരം റിവ്യൂസ് ചെയ്യുന്ന ആളുകളോടും പറയാനുള്ളത്. അത്തരത്തിൽ മാന്യത കീപ്പ് ചെയ്തുകൊണ്ട്, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാത്ത വിധത്തിൽ റിവ്യൂ ചെയ്തുകൊണ്ട്, ആ ഒരു സിനിമയുടെ മോശമുണ്ടെങ്കിൽ അത് മോശം പറയുക തന്നെ വേണം, അതിൻ്റെ നല്ല ഗുണങ്ങളും പറഞ്ഞുകൊണ്ട് സിനിമാ വ്യവസായത്തെ തകർക്കാത്ത രീതിയിൽ ഇത്തരം പ്രോഗ്രാമുകൾ കൊണ്ടുപോകാൻ നിങ്ങൾക്ക് ഒരു പൗരൻ എന്ന നിലയിൽ കടമയുണ്ട്. ആ കടമ നിങ്ങൾ നിറവേറ്റണമെന്നാണ് ഒരു വീഡിയോയിൽ എനിക്ക് പറയാനുള്ളത്. ഒപ്പം തന്നെ ഇത്തരം റിവ്യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ പെയ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് ഇനി എത്ര കണ്ട് നിങ്ങൾ അതിനെ ന്യായീകരിച്ചാലും ഒരവസരത്തിൽ ആ സിനിമ കണ്ട് ഇറങ്ങുന്ന പ്രേക്ഷകർക്ക് നിങ്ങളോട് തന്ന ഒരു ദേഷ്യമുണ്ടല്ലോ, നിങ്ങൾ ചീറ്റ് ചെയ്തു എന്നുള്ളൊരു ദേഷ്യം, അത് നിങ്ങളെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കും. ഇതെല്ലാം ഈ സമയം കടന്നു പോകും എന്ന് പറയുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ ചെയ്യുന്ന പ്രവൃത്തിക്ക് ഭാവിയിൽ അതിൻ്റേതായ ഭവിഷ്യത്തുകൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് റിവ്യൂസ് ചെയ്യുന്ന അവസ്ഥയിലെങ്കിലും ഇത്തരത്തിൽ അത് നോക്കിയും കണ്ടൊക്കെ ചെയ്യാനുള്ള ഒരു മനോഭാവം ഉണ്ടാക്കിയെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഒപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണ്, ഈ ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൻ്റെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു.